ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. അപ്പോൾ ഇന്ന് ഞാൻ ഗുരുവായൂർ ഏകാദശിയുമായി ബന്ധപ്പെട്ട് പറയാനാണ് ഈ വ്ളോഗ് ഇടുന്നത്. ഇതിനു മുമ്പ് ഞാനൊരു വ്ളോഗ് ഇട്ടിരുന്നു ഗുരുവായൂർ ഏകാദശിയെക്കുറിച്ച് തന്നെ. അന്ന് പറയാത്ത കുറച്ചുകൂടി വിശദീകരിച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നത്. അപ്പോൾ ഇന്ന് നമുക്കറിയാം ഗുരുവായൂർ ഏകാദശി ഡിസംബർ 11-ാം തീയതിയാണ് വരുന്നത്. അപ്പോൾ എന്നെപ്പോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ആ വ്രതം എടുക്കുമെന്നും ഭഗവാനെ പൂജിക്കുമെന്നും ഒക്കെ എനിക്കറിയാം. എന്നാലും ഭഗവാനെക്കുറിച്ചുള്ള കഥകൾ എത്ര പറഞ്ഞാലും തീരാത്തതാണ്, നമുക്ക് ഓരോരുത്തർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ സത്യയുഗത്തിലും ത്രേതായുഗത്തിലും അതുപോലെ തന്നെ ദ്വാപരയുഗത്തിലും പിന്നെ ഈ കലിയുഗത്തിലും ഭഗവാൻ നമുക്ക് ദർശനം അരുളിയിട്ടുണ്ട്. അത് ഈ കലിയുഗത്തിൽ ജീവിക്കാൻ കഴിഞ്ഞതും ഭഗവാന്റെ ദർശന സൗഭാഗ്യം ലഭിക്കാൻ കഴിഞ്ഞതും നമ്മുടെ ഓരോരുത്തരുടെയും പുണ്യമായി ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഈ വിശ്വത്തിൻ്റെ തന്നെ സൃഷ്ടികർത്താവായ ബൃഹസ്പതിയും വായുഭഗവാനും ചേർന്നാണ് ഗുരുവായൂരിൽ നമ്മുടെ ചതുർബാഹിയായ മഹാവിഷ്ണുവിൻ്റെ അനന്തമായ ആ വിശ്വരൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ശക്തി എന്ന് പറയുന്നത് അനിർവചനീയമാണ്, നമുക്ക് വാക്കുകളിൽ കൂടി പറയാൻ കഴിയില്ല. അപ്പോൾ ഗുരുവായൂർ എത്താൻ ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല, അല്ലേ? അപ്പോൾ ഈ വ്രതം എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് വ്യക്തിപരമായ തീരുമാനങ്ങളാണ്. കാരണം ഇന്ന് പലർക്കും രോഗാവസ്ഥയും മരുന്നുകൾ കഴിക്കുന്നവരും ഒക്കെ നമുക്കിടയിലുണ്ടല്ലേ. അപ്പോൾ നമുക്കതനുസരിച്ച് മാത്രമേ വ്രതങ്ങൾ ക്രമീകരിക്കാൻ കഴിയുകയുള്ളൂ. എന്നാലും വെറും തുളസി തീർത്ഥം മാത്രം കുടിച്ചുകൊണ്ട് നമുക്ക് ഏകാദശി വ്രതം അനുഷ്ഠിക്കാം. അത് കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം, അത് എന്തെങ്കിലും പഴവർഗ്ഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചുകൊണ്ട് നമുക്ക് വ്രതം എടുക്കാവുന്നതാണ്. തീരെ ആരോഗ്യസ്ഥിതി ഇല്ലാത്തവർ അതിനനുസരിച്ച് മാത്രം വ്രതം എടുക്കുക. പിന്നെ ഈ വ്രതം എടുക്കുമ്പോൾ നമ്മൾ പറയേണ്ട ചില മന്ത്രങ്ങളുണ്ട്. കൂടുതൽ വലിയ മന്ത്രങ്ങളൊന്നും അറിയാത്തവർക്ക് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രം പറയാം. അതുമല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള മന്ത്രം പറയാം. അല്ലെങ്കിൽ നാരായണ 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 എന്നിങ്ങനെ അനന്തമായി നീണ്ടു കിടക്കുന്ന ആ മന്ത്രം അത് തന്നെ നമ്മൾ മനസ്സിൽ ഉരുവിട്ടാലും നമുക്കതിൻ്റെ എല്ലാ ഫലങ്ങളും ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മൾ വലിയ രീതിയിലുള്ള പൂജയും ചെറിയ രീതിയിലുള്ള പൂജയും അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ആസ്തിക്കനുസരിച്ച് നമുക്ക് ഭഗവാൻ എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് നമ്മൾ ചെയ്യാൻ മറക്കാതിരിക്കുക. ഓരോ ഭക്തരും ഭഗവാന്റെ ആ സ്വരൂപം കാണാനായാണ് ഓരോ ദിവസവും ഇങ്ങനെ തള്ളി നീക്കുന്നതെന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിപ്പോകാറുണ്ട്. അപ്പോൾ ഭഗവാൻ സത്യത്തിൽ നമ്മുടെ മനസ്സിൽ കുടികൊള്ളുകയാണ് ഈ ഓരോ ദിവസങ്ങളിലും. അപ്പോൾ വേറെ പറയുകയാണെങ്കിൽ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് ഏകദേശം 26 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ ക്ഷേത്രമുള്ളത്. പിന്നെ നമുക്ക് ഇതിൽ വേറൊന്ന് പറയാനുള്ളത്, മഹാദേവനും പാർവതീദേവിയും ആനന്ദ നൃത്തമാടുന്ന ഒരു താമര പൊയ്കയ്ക്കടുത്ത് ആണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നതെന്ന് കൂടി ഒരു ഐതിഹ്യം പറയുന്നു. അതായത് വായു ഭഗവാനും അതുപോലെ തന്നെ ബൃഹസ്പതിയും ആകാശമാർഗ്ഗെ സഞ്ചരിക്കുമ്പോൾ അവരിത് ശിവപാർവതിമാരുടെ നടനം കണ്ട സ്ഥലത്ത് ഇറങ്ങുകയും അവിടെയാണ് ഗുരുവായൂർ എന്ന് പറയുന്ന ക്ഷേത്രം സ്ഥാപിതമായതും എന്നൊക്കെ ഐതിഹ്യം പറയുന്നു. അപ്പോൾ ഐതിഹ്യത്തിനുമപ്പുറം നമ്മുടെ ഓരോ മനസ്സിലും ഓരോ വീടുകളിലും ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്പോൾ യഥാർത്ഥത്തിൽ അത് പറയുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്ത ആനന്ദമാണ് മനസ്സിലല്ലേ. ഭഗവാനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് പറയാൻ വാക്കുകളില്ല, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾക്കെല്ലാം അതീതമാണ്. ആകാശരൂപിയാണ് ഭഗവാൻ, അല്ലേ? അതുപോലെ തന്നെ സാഗരരൂപിയാണ്, ആകാശരൂപിയാണ്, അനന്തമാണ് ഭഗവാന്റെ ലീലാവിലാസങ്ങളല്ലേ. അപ്പോൾ ഹരേ കൃഷ്ണ എന്ന് സദാ ഉരുവിടുക. അതുപോലെ തന്നെ വ്രതമെടുക്കുന്ന ദിവസം ആരും ഉറങ്ങാൻ പാടില്ല. പകൽ സമയമൊക്കെ കിടന്നുറങ്ങുകയോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. കഴിവതും ഭഗവാന്റെ മന്ത്രങ്ങൾ പറയുക. ഭഗവാനെ മഞ്ഞപ്പൂക്കളാലും മഞ്ഞ പട്ടും ധരിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇതൊന്നുമില്ലെങ്കിൽ ഒരു ചെറിയ ഫോട്ടോ, അതുമില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഭഗവാനെ സങ്കല്പിച്ചാലും ഭഗവാൻ ഓടിയെത്തും. അതിലൊരു സംശയവും ആർക്കും വേണ്ട.
അപ്പോൾ എല്ലാ വ്രതമെടുക്കുന്നവർക്കും എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഭഗവാന്റെ എല്ലാവിധമായ അനുഗ്രഹവും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇനിയും വ്രതം എത്താറാവുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഗുരുവായൂർ ഏകാദശി അടുത്ത് വരുമ്പോൾ ഞാൻ വീണ്ടും ഒരു വ്ളോഗുമായി ഗുരുവായൂരപ്പൻ്റെ ഒരു വ്ളോഗുമായി വരുന്നതാണ്. അപ്പോൾ ഓരോ വീടുകളിലും ഓരോ മനസ്സുകളിലും ഭഗവാൻ ആനന്ദ നൃത്തമാടുന്ന സമയം കൂടിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഗുരുവായൂർ ഏകാദശി ആഘോഷിക്കണം. നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ മനസ്സിൻ്റെ അർപ്പണം, അതാണ് ഏറ്റവും വലിയ അർപ്പണമായി നമ്മൾ കരുതേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുരുവായൂർ ഏകാദശി ആശംസകൾ ഒപ്പം പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.